അപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സാറുമാർക്ക് അവർക്ക് വേണ്ട ട്രക്കിംഗ് ഗിയേഴ്സും കോസ്റ്റ്യൂംസും ഷൂസും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കൈസേ ആദർശാണേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവർ വരെ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രക്കിംഗ് ഗിയേഴ്സൊക്കെ എടുക്കുന്നത് ഈ തമലിൽ നിന്നാണ്. കാരണം വളരെ ചീപ്പാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ ഹോൾസെയിൽ റേറ്റിനൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എത്ര സാധനം വേണമെങ്കിലും ചെറിയ വിലക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഹൈക്കിംഗ് ആൻഡ് ട്രക്കിംഗ് ഈ പാൻസൊക്കെ ഇല്ലേ, ഇതൊക്കെ വളരെ രസമാണ് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് ഈ ലേബിൾ ചെയ്തേക്കുന്ന ബ്രാൻഡിൻ്റെ ഒറിജിനൽ ഒന്നുമല്ല കേട്ടോ. ഒറിജിനലും കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്, ബട്ട് ക്വാളിറ്റി എല്ലാത്തിൻ്റെയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ സാറുമാരെല്ലാം ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളായിട്ട് അവർ സ്വപ്നം കാണുമായിരുന്നു ഈ ABC അന്നപൂർണ്ണ ബേസ് ക്യാമ്പ്. അപ്പോൾ അതിന് സ്വപ്നം കണ്ട് അത് നടക്കാൻ പോയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രക്കിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്ന സന്തോഷത്തിലാണ്. നിങ്ങൾക്കും ട്രക്ക് ചെയ്യാനായിട്ട് ചെറിയ പൈസക്ക് സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നേപ്പാളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കാഠ്മണ്ഡു തമലിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ചെറിയ പൈസക്ക് കൈ നിറയെ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ സന്തോഷത്തിൽ സാറുമാർ തമിഴ് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും തമിഴിൽ പോയിട്ടുണ്ട്. തമിഴിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നേപ്പാളിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ സ്ഥലങ്ങളിലൊന്നാണ്. നൈറ്റ് ലൈഫും പാർട്ടീസും ഫോറിനേഴ്സും എല്ലാമാണ് ഇവിടെ ഫുള്ള്. യഥാർത്ഥ തമിഴ് ഓണാവുന്നത് രാത്രി 10 മണിക്ക് ശേഷം കേട്ടോ. പിന്നെ അങ്ങ് വെളുപ്പിന് വരെ ഇവിടെ ആഘോഷമാണ്. പാട്ടും പബ്ബും ഫുള്ള് ഓണാണ്. ഇവിടുത്തെ കച്ചവടം മൊത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാതെ പോകാൻ പറ്റില്ല. കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ മതി. എന്തൊക്കെ തരം സാധനങ്ങളാണെന്നറിയോ, സുവനീർ പോലത്തെ, പിന്നെ നേപ്പാളിൻ്റെ കൾച്ചറലായിട്ട് ബന്ധപ്പെട്ട പല ഐറ്റംസ് നമുക്ക് വാങ്ങാതിരിക്കാൻ പോകാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് പോകല് കുറവാണ്. കാരണം പൈസ പൊട്ടും നല്ല രീതിയിൽ. അങ്ങനെ 5ൻ്റെ പൈസ പൊട്ടാതെ സാറുമാരെ ഓസി നമ്മളങ്ങനെ ഒരു സാധനം പോലും വാങ്ങാതെ ഇന്നത്തെ കാഴ്ച തമലിലെ കണ്ട് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിച്ചിട്ടാ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരണേക്ക് മുമ്പ് നൈസായിട്ടൊരു കടയിൽ കയറി നമ്മുടെ സ്ഥിരം പരിപാടി പുട്ടടി തുടങ്ങി. അങ്ങനെ കുറച്ച് കടലയും ഉരുളക്കിഴങ്ങൊക്കെ ഉള്ള എന്തൊക്കെയോ സാധനങ്ങൾ, കുറേ ബ്രെഡും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോയി. പല റോഡൊക്കെ അപേക്ഷിച്ചൊക്കെ കേരളത്തിലെ റോഡ് നല്ല സ്വർഗ്ഗമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഒരു മഴയും കൂടി പെയ്ത്. പിന്നെ ഒന്നും പറയണ്ട, ഇവിടെ എന്താ ഈ 10-20 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്നിട്ടാണ്. പിന്നെ ആളുകൾക്കൊക്കെ പ്രാന്തായി ഹോൺ അടിച്ച് പൊളിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കുറേ നേരത്തേക്ക് ചെവി അടിച്ചു പോയ ഫീലിംഗ് ആയിരുന്നേ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ യാത്ര തുടരാണ്. കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.